Hi friends, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമുക്കിന്ന് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സുകൾ നോക്കാം. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേരളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് എൻസഫലൈറ്റിസ്. നഗ്ലേറിയ ഫൈലേറി അക്കാന്ത അമീബ, സാപ്പിനിയ, ബാലമുത്തിയ വെർമമീബ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത്. പകരുന്ന വിധം. എങ്ങനെയാണ് ഈ രോഗം പകരുന്നത്? മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ, അപ്പോൾ മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരം വഴിയോ, കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസഫലൈറ്റിസ് ഉണ്ടാകുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഈ രോഗത്തിനുള്ള പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ? പ്രാഥമിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തുതിരിക്കാൻ ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തുതിരിക്കാൻ ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രാഥമിക രോഗലക്ഷണങ്ങളെന്ന് പറയുന്നത്. താങ്ക്